ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കല്യാണി പറയുകയാണ്, പറയൂ വലിയ കുഞ്ഞെ, എന്നായാലും ഞാൻ അറിയേണ്ടതല്ല. അത് മറ്റൊന്നുമല്ല കല്യാണി, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ദാസേട്ടൻ മദ്യപിച്ചിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് കേട്ട് കല്യാണി ഒന്ന് അമ്പരക്കുകയാണ്. നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് SI അക്കാര്യം എന്നെ മാറ്റി നിർത്തി പറഞ്ഞത്. നീ വിഷമിക്കേണ്ട, നീ ഇപ്പോ അകത്തേക്ക് ചെല്ല്. എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കാനുണ്ട്. പറയുന്നത് കേൾക്ക്, ചെല്ല് എന്ന് പറയുമ്പോൾ കല്യാണി പിന്നീട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ആനന്ദ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിവരാമകൃഷ്ണനും വിലാസിനിയും അരവിന്ദും നിൽക്കുന്നു. ആനന്ദ് ചോദിക്കുകയാണ്, എന്തു പറ്റി ബ്രോ? അമ്മ ബാങ്കിലേക്ക് തന്ന ചെക്ക് റിജക്റ്റ് ആയി. ചെക്ക് റിജക്റ്റ് ആയെന്നോ? അതെ, അമ്മയുടെ സിഗ്നേച്ചർ മാച്ച് ആകുന്നില്ലെന്ന്. അമ്മയുടെ സിഗ്നേച്ചർ മാച്ച് ചെയ്യുന്നില്ല? നീ എന്തൊക്കെ അരവിന്ദായി പറയുന്നത്? ബ്രോ, ഞാൻ പറയുന്നത് സത്യമാണ്. സേഠ്ജിയുടെ അക്കൗണ്ടിൽ പണം എത്താത്തത് കൊണ്ട് ഞാൻ ബാങ്കിൽ വിളിച്ചു. മാനേജർ ആണ് പറഞ്ഞത് സൈൻ മാച്ച് ആകുന്നില്ല എന്ന്. അപ്പോൾ ആനന്ദ് പറയുന്നു, നമുക്ക് തെറ്റിയാലും ബാങ്കുകാർക്ക് തെറ്റാറില്ല. ശിവരാമകൃഷ്ണൻ പറയുന്നു, അഖിലേക്ക് ഇന്നേ വരെ അത്തരം മിസ്റ്റേക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ മനുഷ്യരല്ലേ, പറ്റിക്കൂടാന്നില്ലല്ലോ. അപ്പോൾ വിലാസിനി പറയുകയാണ്, ചേച്ചിക്ക് ഈയിടെയായി ഇങ്ങനത്തൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പുറത്തേക്കെറിഞ്ഞ പുകഞ്ഞ കൊള്ളികളെയൊക്കെ തിരിച്ചെടുത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ശിവരാമകൃഷ്ണനും ആനന്ദും ഒരുമിച്ച് ചേർന്ന് വിലാസിനി ഒന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും രാജേശ്വരി ചെക്കുമായി അങ്ങോട്ട് വരുന്നു. വിലാസിനി പറയുകയാണ്, ദേ ചേച്ചി വന്നല്ലോ. ഇതാ ചെക്കെന്നും പറഞ്ഞ് രാജേശ്വരി അരവിന്ദിന്റെ കയ്യിൽ ചെക്ക് കൊടുക്കുകയാണ്. പ്രശ്നം തീർന്നില്ലേ? വേഗം കൊടുത്ത് അതിന്റെ നടപടികൾ ചെയ്യാൻ നോക്ക്, രാജേശ്വരി പറയുന്നു. ആ ചെക്കുമായി അരവിന്ദ് ആനന്ദിന്റെ അടുത്തെത്തിയതിനു ശേഷം പതിയെ ചോദിക്കുകയാണ്, ബ്രോ, ഒരു ചെക്ക് കൂടി ഒപ്പിട്ട് വാങ്ങിയാലോ? ആനന്ദ് പറയുന്നു, വേണ്ട, എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. രാജേശ്വരി പോകാൻ തുടങ്ങുമ്പോൾ ആനന്ദ് പറയുന്നു, അമ്മയൊന്ന് നിൽക്ക്, എനിക്ക് അമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മ ഒരിക്കലും കള്ളം പറയില്ല എന്നെനിക്കറിയാം. ഇക്കാര്യത്തിലും അതുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്താ ആനന്ദ് ചില CBI ഓഫീസർമാരെ പോലെ? നിനക്കെന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്ക്. ആനന്ദ് ചോദിക്കുകയാണ്, ദാസേട്ടൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ച ദിവസം അമ്മ ദാസേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. ആ ചോദ്യം കേട്ട് രാജേശ്വരി ഒന്ന് ഞെട്ടുന്നു. അതുപോലെ അമ്പരപ്പെടുകയാണ് ശിവരാമകൃഷ്ണനും അരവിന്ദും വിലാസിനിയും. ആനന്ദ് വീണ്ടും ചോദിക്കുകയാണ്, എന്റെ ചോദ്യത്തിന് അമ്മ മറുപടി പറഞ്ഞില്ല. ദാസേട്ടൻ മരിച്ച സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നോന്നോ? എന്താ ആനന്ദ്, നിന്റെ ചോദ്യം 1000 വിഷമുള്ളുകളായിട്ടാണ് എന്റെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കുന്നത്. അതറിയോ ദാസേട്ടൻ എനിക്ക് ആരായിരുന്നു എന്ന് ഈ നിൽക്കുന്ന കൃഷ്ണേട്ടനോട് ചോദിച്ചു നോക്ക്. എന്റെ കൂടപ്പിറപ്പായിരുന്നു ദാസേട്ടൻ. അതറിയോ നിനക്ക്? അപ്പോൾ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ ആനന്ദ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദാസ് അഖിലേക്ക് മാത്രമല്ല എനിക്കും ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. ഓർമ്മകൾക്കതീതമായ ഒരു ആത്മസാന്നിധ്യമായി ദാസ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അമ്മ അന്ന് ദാസേട്ടനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അത് കേട്ട് വീണ്ടും എല്ലാവരും ഒന്നമ്പരക്കുകയാണ്. അപ്പോൾ രാജേശ്വരി പറയുന്നു, ഓഹോ ആനന്ദ്, അപ്പോൾ നീ നിന്റെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ അന്ന് തയ്യാറായതുമില്ല. അതിനെന്നോട് പകരം വീട്ടുകയാണോ നീ ഇപ്പോൾ? ദാസേട്ടൻ മരിച്ചുപോയി എന്ന് എനിക്ക് ഇന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ദാസേട്ടൻ മരിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നെന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എന്തിനു മറച്ചുവെക്കണം? അവസാന സമയങ്ങളിൽ ദാസേട്ടനോട് ഒന്നും മിണ്ടാൻ കഴിയാത്തതിന്റെ എന്റെ സങ്കടം ഒരു വലിയ ഭാരമായി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. സ്നേഹത്തോടെയുള്ള അധികാരത്തിൽ ഞാൻ ദാസേട്ടനോട് ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് നീ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം രാജേശ്വരി ശിവരാമകൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണേട്ടാ, ദേ ഇവൻ പറഞ്ഞത് കേട്ടോ, ദാസേട്ടൻ മരിച്ച സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരയുകയാണ് രാജേശ്വരി. വീണ്ടും ആനന്ദിനോടായി രാജേശ്വരി പറയുന്നു, എല്ലാം മറന്ന് തൃച്ചംബരം തറവാടും ഉപേക്ഷിച്ച് നിന്നെയും കല്യാണിയെയും ഈ വീട്ടിലേക്ക് സ്വീകരിച്ച എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തരണോ മോനെ? ഇപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ആനന്ദ്, നിനക്ക് ഈയിടെയായി അല്പം കൂടുതലാണ്. ഏത് കാര്യത്തിനും പ്രശ്നത്തിനുമെല്ലാം വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. കല്യാണിയെ കുറ്റപ്പെടുത്തിയാൽ നീ സഹിക്കുമോ? നന്ദനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ അരവിന്ദ് സഹിക്കുമോ? കാര്യം നിങ്ങളുടെ അമ്മയാണ് അഖില, പക്ഷേ എന്റെ മുൻപിൽ വെച്ച് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. എനിക്കതിഷ്ടമല്ല. അച്ഛ എന്ന് വിളിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുന്നു, ഷട്ടപ്പ്. അപ്പോഴേക്കും സുജാത അങ്ങോട്ട് ഓടിക്കിതച്ച് വരികയാണ്. മാഡം, ആനന്ദ് സാറേ, കല്യാണി അവിടെ അടുക്കളയിൽ തലകറങ്ങി വീണു. എല്ലാവരും അപ്പോഴേക്കും അടുക്കളയിലേക്ക് ഓടുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ വീടാണ്. പ്രിയങ്കയുടെ ഫോണിലേക്ക് രാജേശ്വരിയുടെ കോൾ വരികയാണ്. ഹലോ ആന്റി, രാജേശ്വരി പറയുന്നു. പ്രിയങ്ക കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുകയാണ്. എന്താ ആന്റി, എന്തു പറ്റി? ആ ദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത CCTV ദൃശ്യങ്ങളിൽ ഞാൻ തെളിഞ്ഞിട്ടുണ്ടെന്ന്.
അത് കേട്ട് ഒന്ന് ഞെട്ടി പ്രിയങ്ക പറയുകയാണ്, ആന്റി എന്താണ് ഈ പറയുന്നത്? അതേ പ്രിയങ്ക, ദാസ് ആക്സിഡന്റിൽ പെട്ട സമയത്ത് ഞാൻ നിൽക്കുന്നത് പോലീസിന്റെ കയ്യിലിരിക്കുന്ന CCTV ക്യാമറയിൽ ഉണ്ടെന്ന്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആന്റി അതെങ്ങനെ അറിഞ്ഞു? പോലീസ് തിരക്കി വന്നോ? ഇല്ല, ആനന്ദിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു ഇന്ന്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഇതിനിടയിൽ സന്തോഷമുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായി. ഇപ്പൊ ഇവിടെ കല്യാണി തലചുറ്റി വീണിരിക്കുകയാണ്. ആന്റി, തലചുറ്റി വീണതോ അതോ വീഴ്ത്തിയതോ? അപ്പോൾ രാജേശ്വരി പറയുന്നു, വീഴ്ത്തിയതൊന്നുമല്ല, വീണതാണ്. ആ കല്യാണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ഇതോടെ ഒരു ധാരണയാവും. ആന്റി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പ്രിയങ്ക, അവളെ പരിശോധിക്കാൻ വരുന്നത് ഡോക്ടർ മെർലിൻ ആണ്. അതെ പ്രിയങ്ക, നമ്മുടെ ഡോക്ടർ മെർലിൻ. എന്നാ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് രാജേശ്വരി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മെർലിൻ എന്ന് പറഞ്ഞ് പ്രിയങ്ക സന്തോഷിക്കുന്നു. അപ്പോഴേക്കും ഡോക്ടർ തൃച്ചംബരത്ത് എത്തുന്നു. സുജാത വരൂ എന്നും പറഞ്ഞ് ഡോക്ടറെ കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും കൃഷ്ണേട്ട, രാജേശ്വരി പറയുന്നു. രാജേശ്വരി കല്യാണിയോട് പറയുകയാണ്, കല്യാണി, തലകറക്കം വന്നു എന്ന് കരുതി മോള് പേടിക്കേണ്ട. ഇതൊക്കെ ഈ സമയത്ത് പതിവുള്ളതാണ്. അത് കേട്ട് ഇഷ്ടപ്പെടാതെ വിലാസിനി ഒന്ന് മൂളുന്നു. അപ്പോഴേക്കും സുജാത ഡോക്ടറെയും കൂട്ടി മുറിയിലെത്തി. ശിവരാമകൃഷ്ണൻ പറയുന്നു, അഖില, ഡോക്ടർ എത്തി. ഡോക്ടർ ചോദിക്കുകയാണ്, എന്തു പറ്റി? അപ്പോൾ രാജേശ്വരി പറയുന്നു, ഒന്ന് തലചുറ്റി വീണതാണ് ഡോക്ടർ. എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഡോക്ടർ കല്യാണിയെ പരിശോധിക്കുകയാണ്. അതിനുശേഷം രാജേശ്വരി സുജാതയോട് പറയുന്നു, സുജാത, കല്യാണിക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. ആഹാരം വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് കുറച്ചെങ്കിലും കഴിപ്പിക്കാൻ നോക്കണം. ശരി മാഡം എന്ന് സുജാത പറയുന്നു. ഡോക്ടർ കല്യാണിയോട് ചോദിക്കുകയാണ്, തലകറക്കം പെട്ടെന്നായിരുന്നോ? അതെ. വൊമിറ്റ് ചെയ്തോ? ഏയ് ഇല്ല. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നോ? ഛർദിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ചെറുതായി തോന്നുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ കല്യാണിയുടെ പ്രഷർ പരിശോധിക്കുകയാണ്. ഡോക്ടർ പറയുന്നു, പ്രഷറൊക്കെ നോർമലാണ്. അതിനുശേഷം ഡോക്ടർ മെഡിസിൻ കുറിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ടാബ്ലറ്റ് എടുത്ത് കല്യാണിയുടെ നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ഇടവിട്ട് തലചുറ്റൽ വന്നാൽ സൂക്ഷിക്കണം. ഞാൻ മരുന്നുകൾ കുറിച്ചിട്ടുണ്ട്. ഈ ഗുളിക 2 നേരം കഴിക്കണം. കല്യാണി ആ ഗുളികകൾ വാങ്ങുകയാണ്. ശരിയെന്നും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നു. കല്യാണി ആ ഗുളിക ടേബിളിൽ തന്നെ വയ്ക്കുകയാണ്. പുറത്തെത്തിയ ഡോക്ടർ രാജേശ്വരിയോട് പറയുന്നു, ഈ ടാബ്ലറ്റുകൾ വാങ്ങിക്കൊടുക്കണം. വിറ്റാമിൻ ടാബ്ലറ്റുകളാണ്. ശരി ഡോക്ടർ എന്ന് രാജേശ്വരി പറയുന്നു. അതിനുശേഷം ആ റെസിപ്റ്റ് ആനന്ദിന്റെ കയ്യിൽ കൊടുക്കുന്നു. വീണ്ടും ഡോക്ടർ പറയുകയാണ്, ഇന്ന് ലൈറ്റ് ആയിട്ടുള്ള ആഹാരം കൊടുത്താൽ മതി. 1-2 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും. ശരി ഡോക്ടർ എന്ന് രാജേശ്വരി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി എന്നും പറഞ്ഞ് ഡോക്ടർ പോവുകയാണ്. ശിവരാമകൃഷ്ണനും രാജേശ്വരിയും ഡോക്ടറോടൊപ്പം പോകുന്നു. ഡോക്ടറോട് വീണ്ടും രാജേശ്വരി ചോദിക്കുകയാണ്, ഡോക്ടർ, കല്യാണിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല മാഡം. അല്ല ഡോക്ടർ, ഇനി ഫുൾ ചെക്കപ്പോ സ്കാനിങ്ങോ എന്തെങ്കിലും വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, അഡ്മിറ്റും ചെയ്യാം. ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, മാഡത്തിന് വലിയ ടെൻഷനാണല്ലോ. അതല്ല ഡോക്ടർ, എനിക്കവള് മരുമകൾ മാത്രമല്ല, എന്റെ മകൾ തന്നെയാണ്. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ സന്തോഷിക്കുകയാണ്. അമ്മയില്ലാതെ ജീവിച്ച കുട്ടിയായതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല മാഡം. പ്രഗ്നൻസി പീരീഡിൽ സാധാരണ പെൺകുട്ടികൾക്കുണ്ടാകാറുള്ള പ്രശ്നങ്ങൾ മാത്രമേ കല്യാണിക്കുള്ളൂ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ക്യാരിയിങ് ആയൊരു പെൺകുട്ടി ഇങ്ങനെ എപ്പോഴും തലചുറ്റി വീഴുക എന്ന് പറയുന്നത്, ഈശ്വര, എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ. ഇങ്ങനെയൊക്കെ പറയുന്ന രാജേശ്വരിയോട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഇങ്ങനെ ടെൻഷൻ ആയാലോ അഖില? പ്രശ്നമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അപ്പോൾ രാജേശ്വരി പറയുന്നു, കല്യാണി എഴുന്നേൽക്കുന്നത് വരെ എനിക്ക് ഇങ്ങനൊരു ടെൻഷൻ ഉണ്ടാകും കൃഷ്ണേട്ടാ. ഞാൻ ഇറങ്ങട്ടെ മാഡം എന്ന് പറഞ്ഞ് ഡോക്ടർ ഇറങ്ങുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞ് ശിവരാമകൃഷ്ണൻ പറയുന്നു. അപ്പോഴേക്കും ശിവരാമകൃഷ്ണന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സഹദേവ, ഇത് ഏത് നമ്പർ എന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണൻ ഫോണുമായി അകത്തേക്ക് പോകുന്നു. ഡോക്ടറോടൊപ്പം രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം രാജേശ്വരിയും ഡോക്ടറും കൂടി പുറത്തുനിന്ന് സംസാരിക്കുന്നു. ഫോൺ ചെയ്യുന്നതിനിടയിൽ ശിവരാമകൃഷ്ണൻ അത് കാണുന്നുമുണ്ട്, ശ്രദ്ധിക്കുന്നുമുണ്ട്. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് നിന്ന രാജേശ്വരി എന്തോ ആലോചിച്ചതിന് ശേഷം മോതിരം വിരലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് കട്ടിലിൽ കല്യാണിയുടെ അടുത്തിരിക്കുന്ന ആനന്ദിനെയാണ്. ആനന്ദ് ചോദിക്കുകയാണ്, കല്യാണി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല എന്ന് കല്യാണി പറയുന്നു. അതിനുശേഷം കല്യാണി ആനന്ദിന്റെ കയ്യിലിരുന്ന ഡോക്ടർ കുറിച്ച് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നോക്കുകയാണ്. ടേബിളിന് പുറത്തിരുന്ന ടാബ്ലറ്റ് എടുത്തിട്ട് ആനന്ദ് ചോദിക്കുന്നു, ഇതെന്തിനുള്ളതാണ്? അത് ഡോക്ടർ തന്നതാണ്. ആനന്ദ് അത് തിരിച്ച് ടേബിളിൽ തന്നെ വയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ണടച്ച് കിടന്നോ. പിന്നീട് കാണിക്കുന്നത് സുജാത കല്യാണിയെ നിർബന്ധപൂർവ്വം പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. വാ കല്യാണി
എന്നിട്ട് സുജാതയുടെ കയ്യിലിരുന്ന ഭക്ഷണം ടേബിളിന് പുറത്തു വയ്ക്കുന്നു. എന്നിട്ട് കല്യാണിയെ പിടിച്ച് ഇരുത്തുന്നു. വാ, ഇവിടെ ഇരിക്ക് എന്നും പറഞ്ഞ് ഭക്ഷണത്തിന്റെ മുൻപിൽ ഇരുത്തുന്നു. ഭക്ഷണം വിളമ്പി കൊടുത്തതിന് ശേഷം സുജാത കല്യാണിയോട് പറയുകയാണ്, എന്താ കല്യാണി ഇത്? ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ചിലപ്പോ വേണ്ടാന്നൊക്കെ തോന്നും, എന്നാലും കഴിച്ചേ പറ്റൂ. എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. അപ്പോൾ സുജാത പറയുന്നു, തോന്നുന്നില്ലെങ്കിലും കഴിച്ചേ പറ്റൂ. മടി പിടിച്ചിരിക്കാതെ കഴിക്ക് കല്യാണി. സുജാതയെ ഒന്ന് നോക്കിയിട്ട് കല്യാണി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ്. സുജാതയും അന്നേരം അവിടെ ഇരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സത്യം പറഞ്ഞാൽ കല്യാണിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചെറിയ തലകറക്കം മാത്രം. അയ്യോ, ഈ അവസ്ഥയിൽ ഞാൻ ഛർദിലും കിടപ്പും മാത്രമായിരുന്നു. എന്ത് കഴിച്ചാലും ഛർദിക്കും. ഇതൊക്കെ കേട്ട് കല്യാണി ചിരിക്കുകയാണ്. വീണ്ടും സുജാത പറയുന്നു, ആഗ്രഹം തോന്നുന്നതൊക്കെ ഞാൻ പറയും. പാവം എന്റെ ചേട്ടൻ ഓടിപ്പോയി അതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അന്നേരം കല്യാണി ചോദിക്കുന്നു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞോ സുജാതേച്ചി? അപ്പോൾ സുജാത പറയുന്നു, ഇനി ആ കുറുപ്പേട്ടൻ മാത്രമേ കഴിക്കാനുള്ളൂ. കുറുപ്പേട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, എപ്പോഴും അടുക്കളയിൽ നിന്നാണോ കഴിക്കുന്നത്? അപ്പോൾ സുജാത പറയുന്നു, അതെനിക്കറിയില്ല. കുറച്ചു ദിവസമായി ആഹാരം എടുത്തുകൊണ്ട് പോകും. വല്ല വരാന്തയിലോ കാർഷെഡിലോ ഒക്കെയാണ് ഇരുന്ന് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കല്യാണി ഒന്ന് സംശയിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്